ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി, അതായത് TNTU യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്ന കേരളത്തിന് പുറമെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള തമിഴ്നാട് ടീച്ചേഴ്സ് യൂണിവേഴ്സിറ്റി ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഈ യൂണിവേഴ്സിറ്റിയിലെ ബി.എഡ് കേരളത്തിൽ PSC അംഗീകാരമുണ്ടോ, അതേപോലെ തന്നെ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫീസ് സ്ട്രക്ചർ, അതായത് എത്രയാണ് 2 വർഷത്തെ കോഴ്സ് ഫീസ് വരുന്നത്, അതേപോലെ തന്നെ എംബസി അറ്റസ്റ്റേഷൻ, അതേപോലെ തന്നെ റെഗുലർ കോഴ്സാണോ, ഇതിൻ്റെ അഡ്മിഷൻ ടൈം എപ്പോഴാണ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. അതുകൊണ്ട് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്താൻ. അപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത്, ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ, ഈ 4 യൂണിവേഴ്സിറ്റികളിൽ ബി.എഡ് അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഒന്നാണ്, കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിലും, അതായത് തമിഴ്നാട് സ്റ്റേറ്റ് പ്രത്യേകമായിട്ട് ബി.എഡ് കോഴ്സിന്, അതായത് പേര് തന്നെ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ ബി.എഡ് കോഴ്സിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് രൂപം കൊടുത്ത പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, കേരളത്തിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികൾക്കും പല ദിക്കുകളിൽ നിന്നും പല സംശയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് ക്ലിയർ ചെയ്യാം. ഒന്നാമത്തെ സംശയമാണ്, ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ബി.എഡ് കോഴ്സിനുള്ളത്. അതായത് കേരളത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അതേ രീതിയിൽ തന്നെ എല്ലാ സബ്ജക്റ്റുകളും ഈ ഒരു യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർമലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ബി.എഡ് ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ്, ബയോളജിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, കൊമേഴ്സ്, സോഷ്യൽ സയൻസ്, ഹോം സയൻസ്, ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, അതായത് എക്കണോമിക്സുകാർക്കും അതേപോലെ ഹിസ്റ്ററിക്കാർക്കും അതേപോലെ മറ്റുള്ള സബ്ജക്റ്റിൽ കോമൺ ആയിട്ട് സോഷ്യൽ സയൻസ് ആണ്. എന്നാൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഹിസ്റ്ററി ബി.എഡും ഉണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഇതിൽ സെപ്പറേറ്റ് ബി.എഡ്, അത് പല സബ്ജക്റ്റുകളും, അതേപോലെ എക്കണോമിക്സിലാണെങ്കിൽ എക്കണോമിക്സുകാർക്ക് കോമൺ ആയിട്ടുള്ള ബി.എഡ്. നോർമലി കേരളത്തിലാണെങ്കിൽ എക്കണോമിക്സ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ കോമൺ ആയിട്ട് സോഷ്യൽ സയൻസ് എന്നുള്ള ബി.എഡ് ആണ്. എന്നാൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിന് ബേസിൽ ബി.എഡ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് ബേസ് ബി.എഡ് ഉള്ളത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും അറിയാതെ ചില കോഴ്സുകളൊക്കെ ബി.എഡ് എടുത്തിട്ട് പിന്നീട് ഈക്വലൻസി ഇല്ലാത്ത സാഹചര്യം വരാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുവാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കോഴ്സിൻ്റെ അംഗീകാരം കേരളത്തിൽ PSC അംഗീകാരമുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾ കേരള ഗവൺമെൻറ് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് കോഴ്സാണെങ്കിലും ആ കോഴ്സ്, കാരണം ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ വ്യത്യസ്തമായ കോഴ്സുകൾ, ചില കോഴ്സുകൾ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൽ അംഗീകാരം ഉണ്ടാകാം, ചില കോഴ്സുകൾക്ക് അംഗീകാരമില്ലാത്ത അവസ്ഥയും വരാം. അതുകൊണ്ട് തന്നെ എല്ലാ കോഴ്സുകൾക്കും അംഗീകാരം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകൾക്കും അംഗീകാരമുണ്ട്, എന്നാൽ ചില സബ്ജക്റ്റുകൾക്ക് അംഗീകാരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അത് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാം. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ അംഗീകാരം തന്നെയാണ് ഇത് കേരള PSC ഈ പറയുന്ന ഒട്ടുമിക്ക കോഴ്സുകൾക്കും നിലവിൽ കേരളത്തിലുള്ള കാലിക്കറ്റ് അതേപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി കൃത്യമായിട്ടുള്ള ഈക്വലൻസി നൽകുന്നുണ്ട്. എന്നാൽ 1, 2, 3 സബ്ജക്റ്റുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഈക്വലൻസി ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈക്വലൻസി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PSC അംഗീകാരം ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നിലവിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ പ്രസ്തുത കോഴ്സുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 2, 3, 4 കോഴ്സുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾക്ക് ഇവിടെ അംഗീകാരമുള്ളത് കൊണ്ട് തന്നെ PSC വെരിഫിക്കേഷൻ, അത് നിങ്ങൾക്ക് PSC അപ്രൂവ്ഡ് ആണ്. ആ കാര്യത്തിൽ യാതൊരു സംശയം വിദ്യാർത്ഥികൾക്ക് വേണ്ട. ഇനി അതേപോലെ തന്നെ മറ്റൊരു സംശയമാണ് എംബസി അറ്റസ്റ്റേഷൻ. പ്രധാനമായിട്ടും ബി.എഡ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പല ഉദ്യോഗാർത്ഥികളും വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC കൺട്രി പോലുള്ള മറ്റു പല വിദേശ രാജ്യങ്ങളിലും പോയിട്ട് ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുന്നത് NCT അപ്രൂവ്ഡ് ആണ്, UGCയുടെ അതായത് NCT അപ്രൂവ്ഡ് ആയിട്ടുള്ള ബി.എഡ് കോഴ്സാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് എംബസി അറ്റസ്റ്റേഷന് യാതൊരു പ്രശ്നവുമില്ല. ഇറ്റ്സ് എ റെഗുലർ ബി.എഡ് കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ആ ഒരു വിഷയത്തിൽ വരുന്നില്ല. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്,
ഈ കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഈ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് കൃത്യമായിട്ട് നമ്മുടെ കരിയർ ഭാഗത്തു നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഡയറക്റ്റ് എടുത്ത് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കേരളത്തിന് പുറമേയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലെ എല്ലാ കാര്യം എല്ലാ ഹെൽപ്പും കരിയർ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫീസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് വളരെ പരിമിതമായിട്ടുള്ളൊരു ഫീസ് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് വരുന്നത്. ആ ഒരു പരിമിതമായ ഫീസ് മാത്രം അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ നിങ്ങൾക്ക് ഈ ഒരു ബി.എഡ് കോഴ്സ് വിജയകരമായിട്ട് പൂർത്തീകരിക്കാം. അതായത് അറൗണ്ട് വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത് 95,000 ആ രീതിയിലാണ് 2 വർഷത്തെ ഫീസ് വരുന്നത്. ആ ഒരു ഫീസിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്തരത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് പഠിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് കരിയർ ഭാഗത്തുനിന്ന് അഡ്മിഷനും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏത് സംശയമാണെങ്കിലും വിദ്യാർത്ഥികൾ അതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങളോട് കൃത്യമായിട്ട് അഡ്മിഷൻ സംബന്ധമായ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ നമ്പർ തന്നെയാണത്. ആ നമ്പർ തന്നെയായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരിക. ആ നമ്പർ എന്നല്ലാതെ മറ്റൊരു നമ്പറും നിങ്ങൾക്ക് ഒരു കോളും എൻ്റെ ഭാഗത്തു നിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ സംബന്ധമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡാറ്റകൾ കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾ വിളിച്ച് തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ട് മറ്റു ഏത് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സബ്ജക്റ്റുകൾക്കും അംഗീകാരമില്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചില സബ്ജക്റ്റിൽ ഹിസ്റ്ററി ആണെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക്സ് ആണെങ്കിൽ അവരൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചില സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈക്വലൻസി ഇല്ലാത്തൊരു അവസ്ഥ വരും. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ ആ സബ്ജക്റ്റുകൾ നിങ്ങൾ എടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാൻ പാടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സിന് എന്തെങ്കിലും ബി.എഡ് എടുത്തിട്ട് പിന്നീട് നിങ്ങൾ കോഴ്സ് പൂർത്തീകരിച്ചതിന് ശേഷം ഈക്വലൻസി ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ട് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങൾ പോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വളരെ കൃത്യമായ രീതിയിൽ ഏറ്റവും പരിമിതമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ കോളേജൊക്കെ ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ കോളേജ് കൂടി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം എല്ലാ കോളേജുകൾക്കും എല്ലാ വർഷവും അംഗീകാരം ലഭിക്കണമെന്നില്ല. ചില കോളേജുകൾക്ക് അംഗീകാരമൊക്കെ എടുത്ത് കളയുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അംഗീകാരമുള്ള കോളേജുകൾ മാത്രമാണ്. കാരണം ഏകദേശം 400 പരം കോളേജുകൾ ഈ യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. അപ്പോൾ എല്ലാ കോളേജിലും നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കോളേജിൻ്റെ കൃത്യമായിട്ടുള്ള വാല്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ കൃത്യമായിട്ട് UGCയുടെ അംഗീകാരമുണ്ടോ ഒക്കെ കാര്യം നമ്മൾ പരിശോധിച്ച ശേഷം മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഉറപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ അഡ്മിഷൻ ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ അതേ രീതിയിൽ തന്നെ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ സീറ്റ് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടുള്ള അഡ്മിഷനൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ബി.എഡ് കോഴ്സ് നിലവിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ബി.എഡ് അഡ്മിഷൻ കിട്ടാത്തവരാണെങ്കിലും അത്തരത്തിൽ മാനേജ്മെൻറ്റ് സീറ്റൊക്കെ വളരെ ഭീമമായ പൈസ കൊടുത്ത് പഠിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഫീസ് നിരക്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള ഈ ഒരു ബി.എഡ് പഠിക്കുവാൻ സാധിക്കുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ പ്രസ്തുത നമ്പർ നിങ്ങൾ പേഴ്സണലായിട്ടുള്ള ആ നമ്പർ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയക്കുക. ജസ്റ്റ് ബി.എഡ് ഡീറ്റെയിൽസ് എന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ടുള്ളൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് അയച്ചു തരും. ആ ആപ്ലിക്കേഷൻ ഫോം അതിലുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ജസ്റ്റ് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ കൃത്യമായിട്ട് അതും നിങ്ങൾ അയച്ചതിന് ശേഷം കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ടാകും, ഇത്തരത്തിലുള്ള പേഴ്സണൽ ഡാറ്റ ഡീറ്റെയിൽസ് എന്തിനാണ്, അപ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ള പല പേടിയും ഉണ്ടാകും. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്ജക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം. അത് വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങളെ എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾ കോൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ മാർക്കുള്ള എല്ലാ വിദ്യാർത്ഥികളുമാണെങ്കിൽ നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി തന്നെ കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ തന്നെ നിങ്ങൾ ബി.എഡ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും എല്ലാ കോളേജുകളുടെ ലിസ്റ്റും അതേപോലെ തന്നെ കോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബി.എഡ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ബി.എഡ്, PG ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ, കേരളത്തിന് പുറമേയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും വിവിധ കോഴ്സുകൾ, അതായത് ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളുടെ എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒരിക്കൽ കൂടി
സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും കൂടെ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിട. ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.